വലിയൊരു പെരുമഴ പെയ്ത് തോർന്നതുപോലെയാണ് ഇപ്പോൾ ഗായിക അമൃത സുരേഷിന്റെ ജീവിതവും. ബാലയുമായുള്ള വിവാഹബന്ധവും ഡിവോഴ്സും പിന്നീടുണ്ടായ പ്രശ്നങ്ങളുമെല്ലാം അമൃതയെയും കുടുംബത്തെയും വല്ലാതെ ബാധിച്ചിരുന്നു. വിവാഹമോചന സമയത്ത് വെച്ച നിബന്ധനകൾ നിലനിൽക്കുന്നതിനാൽ തന്നെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിൽ മുൻ ഭർത്താവ് പലതവണ സംസാരിച്ചിട്ടും അമൃതയോ മറ്റു കുടുംബാംഗങ്ങളോ പ്രതികരിച്ചിരുന്നില്ല. അതിനാൽ തന്നെ തെറ്റ് അമൃതയുടെ ഭാഗത്താണെന്ന് ഒരു വിഭാഗം ആളുകൾ കരുതിയിരുന്നു. അടുത്തിടെയാണ് താൻ ബാലയിൽ നിന്നും അനുഭവിച്ചതെല്ലാം അമൃത തുറന്നു പറഞ്ഞത്. അതിനുശേഷം അമൃതയെയും കുടുംബത്തെയും പിന്തുണയ്ക്കുന്നവരാണ് ഏറെയും. ഇപ്പോഴിതാ താൻ എന്തുകൊണ്ട് പ്രതികരിക്കാൻ വൈകിയെന്ന് വെളിപ്പെടുത്തുകയാണ് അമൃത. ജി വ്ലോഗ്സ് എന്ന അമൃതയുടെയും സഹോദരിയുടെയും യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ Q&A വീഡിയോയിൽ സംസാരിക്കവെയാണ് ഈ വിഷയത്തിൽ അമൃത മറുപടി നൽകിയത്. എന്തുകൊണ്ട് പ്രതികരിക്കാൻ വൈകിയെന്ന് ചോദിച്ചാൽ, രണ്ട് കൈ തട്ടിയാലാണല്ലോ ശബ്ദമുണ്ടാവുക. കാര്യങ്ങൾ അൺവാണ്ടഡായി പറഞ്ഞ് മീഡിയയ്ക്ക് മുൻപിൽ കൊണ്ടുവരേണ്ടെന്ന് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് ഞാനും ഫാമിലിയും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡിവോഴ്സ് നടന്നപ്പോൾ ഒരു മ്യൂച്വൽ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതത്തിൽ ഇടപെടുകയോ പരസ്പരം മോശം പറയുകയോ പരാമർശിക്കുകയോ മകളെ മീഡിയയ്ക്ക് മുമ്പിൽ കൊണ്ടുവരികയോ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന മ്യൂച്വൽ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. കോടതി നിയമം തെറ്റിക്കാൻ പാടില്ലെന്ന തീരുമാനവും ഉണ്ടായിരുന്നു. അതുപോലെ തുറന്നു പറഞ്ഞാൽ വിക്ടിം കാർഡ് ആകുന്ന ഒരു സീനും ഉണ്ടാകുമല്ലോ. ആ വിക്ടിം കാർഡ് കളിക്കേണ്ടെന്നും കരുതിയിരുന്നു. നേരത്തെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരുപാട് പേരുടെ മനസ്സിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾക്ക് ഒരു ഉത്തരം കിട്ടുമായിരുന്നു. അത് ശരിയാണ്. പിന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. ആളുകൾ എനിക്ക് എന്താണ് സംഭവിച്ചതെന്നറിഞ്ഞപ്പോൾ ഇതുവരെ കേട്ടിരുന്ന കുറ്റപ്പെടുത്തലുകൾക്ക് അവസാനമായി എന്നതിൽ സന്തോഷമുണ്ട്. എൻ്റെ അവസ്ഥകൾ നിങ്ങൾ അറിഞ്ഞു. ഞാൻ ഇന്നസെൻ്റ് ആയിരുന്നുവെന്ന് ആളുകൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊരു റിലീഫാണ് ഉണ്ടായത്. 14 വർഷത്തിനു ശേഷം ഒരു ദീർഘനിശ്വാസമെടുത്ത സുഖമായിരുന്നു. സമാധാനമായിട്ടൊന്ന് ഉറങ്ങി ഞങ്ങളെല്ലാവരും. ഞങ്ങളെ കേൾക്കാനും ആളുണ്ടല്ലോ എന്ന് തോന്നി. മനുഷ്യർ മിസ്റ്റേക്സ് ചെയ്യും, അത് ഓർഗാനിക് ആണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെ ലൈഫിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടാകുമല്ലോ. എൻ്റെ അത്ര മണ്ടത്തരങ്ങൾ പറ്റിയിട്ടില്ലെങ്കിലും. മാരേജ് ലൈഫ് ട്രോമ ഓവർകം ചെയ്തോ എന്ന് ഇപ്പോഴും അറിയില്ല. മോൾ ഉള്ളതുകൊണ്ട് തന്നെ ട്രോമറ്റൈസ്ഡ് ആയി ഇരിക്കാനുള്ള ഓപ്ഷനില്ല. ഞാൻ വിഷമിച്ചിരുന്നാൽ പാപ്പു അടക്കം എല്ലാവരും വിഷമിക്കും. പല സിറ്റുവേഷനിലും അമ്മയുടെ അടക്കം എല്ലാവരുടെയും മുൻപിൽ വൻ ഷോ ഓഫ് കാണിച്ചിട്ട് മുറിയിൽ വന്ന് ഡോറ് കുറ്റിയിട്ട് ഉച്ചത്തിൽ പാട്ട് വെച്ച് അലറിക്കരഞ്ഞ സാഹചര്യങ്ങളുണ്ട്. അത് പുറത്ത് കാണിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. സിംഗിൾ മോം എന്ന ഫാക്ടറാണ് എന്നെ കൂടുതൽ സ്ട്രോങ് ആക്കിയത്. പാപ്പു ഇല്ലായിരുന്നുവെങ്കിൽ തളർന്ന് ഞാൻ മൂലക്കിരുന്നേനെ. എന്തൊക്കെ സംഭവിച്ചാലും ജീവിതം മുന്നോട്ട് പോയല്ലേ പറ്റൂ. ഞാൻ വളരെ സില്ലിയായ പാവം പിടിച്ച കുട്ടിയായിരുന്നു പണ്ട്. അതുകൊണ്ട് എൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഞാനതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ്. എൻ്റെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം പഴി കേട്ടിട്ടുള്ളത് ഏറെയും അച്ഛനും അമ്മയുമാണ്. വളർത്തുദോഷമാണെന്നൊക്കെ പലരും പറയുമായിരുന്നു. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. നിങ്ങൾക്ക് കിട്ടിയ അറിവ് വെച്ചാണല്ലോ നിങ്ങൾ സംസാരിച്ചത്. ഇത്രയും വർഷം 95% ഞങ്ങൾ കേട്ടിട്ടുള്ളത് കുറ്റപ്പെടുത്തലുകളാണ്. ഇപ്പോൾ ഞങ്ങളെ ആളുകൾ മനസ്സിലാക്കി ചേർത്തു നിർത്തുന്നത് കാണാൻ അച്ഛനില്ലാതെ പോയതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. അച്ഛൻ ചിലപ്പോൾ മുകളിലിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടാവും. അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും നിങ്ങളിപ്പോൾ ഞങ്ങളെ മനസ്സിലാക്കിയതും എന്നാണ് അമൃത പറഞ്ഞത്. പിന്നീട് സഹോദരി കടന്നു വന്ന സാഹചര്യങ്ങളെക്കുറിച്ച് അഭിരാമിയാണ് സംസാരിച്ചത്. അമൃത സുരേഷ് ആരെയും ഉപദ്രവിക്കാൻ ഇഷ്ടപ്പെടാത്തയാളാണ്. അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് എല്ലാവരും വെറുക്കുന്നതെന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ വ്ളോഗേഴ്സ് ആയതുകൊണ്ട് ഞങ്ങളുടെ ലൈഫ് സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ്ഡ് ആണ്. ചേച്ചി ഇന്നസെൻ്റ് ആണെന്ന് തെളിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടുകാർക്കാണ് കുറേ കൂടി റിലീഫ് കിട്ടിയതെന്നും അഭിരാമിയും പറഞ്ഞു.